നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2020 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച ഫിസിക്സ് ചോദ്യങ്ങളും അവയുടെ ആൻസർ ഡിസ്കഷനുമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്സ് മേഖല. ഇപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്ന് PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു മേഖല നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. എന്തിനാണ് നമ്മൾ ഫിസിക്സ് പോലുള്ള ടോപ്പിക്കുകൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടുതലായി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് PSC വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, ഫിസിക്സിലെ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതുവഴി സാധിക്കും. അതിനോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമല്ല പറഞ്ഞു പോകുന്നത്, അതിലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് +2 ബേസ്ഡ് എക്സാം ഉള്ള സുഹൃത്തുക്കൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അതിനോടൊപ്പം തന്നെ ഫിസിക്സ് മേഖലയിലെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എവിടെ എങ്ങനെ പഠിച്ചു തീർക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് വ്യക്തമാകുള്ളൂ. അത് തന്നെയാണ് ഇതിലെ ഇമ്പോർട്ടൻസും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഒരു വസ്തുവിന്റെ നീളത്തിന്റെ യഥാർത്ഥ അളവ് 5.75 സെന്റിമീറ്റർ ആണ്. ഒരാൾ 2 വ്യത്യസ്ത അളവ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളന്നപ്പോൾ കിട്ടിയ അളവുകൾ യഥാക്രമം 5.6 സെന്റിമീറ്ററും 5.55 സെന്റിമീറ്ററുമാണ്. ഇതിൽ ഏത് അളവിനാണ് കൂടുതൽ സൂക്ഷ്മത അഥവാ പ്രിസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.6 സെന്റിമീറ്ററിനാണ്. ഒരു വസ്തുവിന്റെ നീളത്തിന്റെ യഥാർത്ഥ അളവ് 5.75 സെന്റിമീറ്റർ ആണ്. ഒരു വസ്തുവിന്റെ നീളത്തിന്റെ യഥാർത്ഥ അളവ് 5.75 സെന്റിമീറ്റർ ആണ്. ഒരാൾ 2 വ്യത്യസ്ത അളവ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളന്നപ്പോൾ കിട്ടിയ അളവുകളുടെ യഥാക്രമം 5.6 സെന്റിമീറ്ററും 5.5 സെന്റിമീറ്ററുമാണ്. ഏതളവിനാണ് കൂടുതൽ സൂക്ഷ്മത അഥവാ പ്രിസിഷൻ എന്ന് ചോദിച്ചാൽ 5.6 സെന്റിമീറ്ററിനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തതേത്? ചന്ദ്രശേഖർ പരിധിയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ചന്ദ്രശേഖർ പരിധിയാണ്. എന്താണ് സുഹൃത്തുക്കളെ ചന്ദ്രശേഖർ പരിധി എന്ന് പറഞ്ഞാൽ? ചന്ദ്രശേഖർ പരിധി എപ്പോഴും നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് നക്ഷത്രങ്ങളുടെ ആയുസ് കഴിഞ്ഞതിന് ശേഷം അവര് സൂപ്പർനോവ എക്സ്പ്ലോഷനിലോട്ട് പോകുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറുമോ, അല്ലെങ്കിൽ ഒരു റെഡ് ജെയിന്റ് ആയി മാറുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചന്ദ്രശേഖര ലിമിറ്റ് അല്ലെങ്കിൽ ചന്ദ്രശേഖര പരിധി വെച്ചിട്ടാണ്. ചന്ദ്രശേഖര പരിധി അഥവാ ചന്ദ്രശേഖര ലിമിറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നക്ഷത്രങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നീളത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പാർസെക് നീളത്തിന്റെ യൂണിറ്റ് ആണ്. പ്രകാശവർഷം നീളത്തിന്റെ യൂണിറ്റ് ആണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാലും നീളത്തിന്റെ യൂണിറ്റ് ആണ്. ഇതൊക്കെ വലിയ യൂണിറ്റുകളാണ് കേട്ടോ നമ്മുടെ നീളത്തിന്റെ. അപ്പോ പ്രകാശവർഷം എന്ന് പറഞ്ഞാലും ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാലും പാർസെക് എന്ന് പറഞ്ഞാലും എന്തിന്റെ യൂണിറ്റ് ആണ്? നീളത്തിന്റെ യൂണിറ്റ് ആണ്. നീളത്തിന്റെ വളരെ വലിയ യൂണിറ്റുകളാണ് ഈ പറഞ്ഞ 3 ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പഠിച്ചോളണം, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് എത്രയാ സുഹൃത്തുക്കളെ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. 0 ഡിഗ്രി സെൽഷ്യസ് ഗുണം 9/5 ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിനോടൊപ്പം ഒരു 32 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫാരൻഹീറ്റിലോട്ട് മാറ്റപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് കൊടുക്കാം. ഇവിടെ 37 ഡിഗ്രി സെൽഷ്യസ് 37 ഗുണം 9/5 ചെയ്യുക. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിനോടൊപ്പം 32 ആഡ് ചെയ്താൽ പോരെ നമ്മുടെ ആൻസർ ആവത്തില്ലേ? അപ്പൊ നമുക്ക് കാൽക്കുലേഷനിലേക്ക് കടക്കാം. 37നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് 37നെ 9 കൊണ്ട് ഗുണിച്ച് 333 ഡിവൈഡഡ് ബൈ നമുക്ക് 5 എന്ന് ചെയ്യാം. 333നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കും 66.6 എന്ന്. ഈ 66.6നോടൊപ്പം 32 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എത്രയാവും സുഹൃത്തുക്കളെ? 98.6 എന്നുള്ള ഉത്തരം ലഭിക്കും. അപ്പോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? ആ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിനെ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിനോടൊപ്പം ഒരു 32 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ
ഫാരൻഹീറ്റിലുള്ള ഉത്തരമായി കഴിഞ്ഞു. ഇവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്നത്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. ആ 37നെ 9/5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, പോയിന്റ് വാല്യൂ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 37നെ ഡയറക്റ്റ് 9 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 333 എന്ന് ലഭിക്കുന്നു. ആ 333നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 66.6 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടുന്നു. അവിടെ നമ്മുടെ കാൽക്കുലേഷൻ കഴിഞ്ഞോ? ഇല്ല. ഈ 66.6നെ നമ്മൾ 32 കൂടെ തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഉത്തരം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് ലഭിക്കും. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ആന്തര പ്രതിഫലനമുണ്ട്, അപവർത്തനമുണ്ട്, പ്രകീർണനമുണ്ട്. അപ്പോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ പറഞ്ഞിരിക്കുന്ന 3 ഉണ്ട് കേട്ടോ. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണെന്ന് ചോദിച്ചാൽ ആന്തര പ്രതിഫലനം, അപവർത്തനം, പ്രകീർണനം, ഇങ്ങനെ ഈ 3 പ്രതിഭാസങ്ങളും നടക്കുന്നുണ്ട്. ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ശബ്ദ തരംഗം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശരിയാണ്. ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദ തരംഗം ഒരു അനുപ്രസ്ഥ തരംഗമാണോ? അല്ല. ശബ്ദം ഒരു അനുപ്രസ്ഥ തരംഗമല്ല, അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം എന്ന് പറയുന്നത്. സഞ്ചരിക്കാൻ ശബ്ദത്തിന് മാധ്യമം ആവശ്യമാണ്. ശരിയല്ലേ സുഹൃത്തുക്കളെ? ശബ്ദത്തിന് മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ശൂന്യാകാശത്തേക്ക് പോയാല് ശബ്ദം കേൾക്കാത്തതിന് കാരണം അവിടെ മാധ്യമമില്ല. നമ്മുടെ ഭൂമിയിൽ മാധ്യമമായിട്ട് എയർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നത്. അപ്പോ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ് ശബ്ദത്തിന്. ശരിയാണ്. ശ്രദ്ധിച്ചോളണേ, പ്രകാശത്തിനേക്കാളും ശബ്ദത്തിന് എന്താണ്? ഡിഫ്രാക്ഷൻ കൂടുതലാണ്. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 3, 4 മാത്രമാണ്. ശ്രദ്ധിച്ചോളുക, ശബ്ദ തരംഗം എന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലായിരിക്കും ശബ്ദ തരംഗങ്ങൾക്ക്. ഓർക്കുക, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഗതികോർജം 4 ഇരട്ടിയായി മാറും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? 4 ഇരട്ടിയാവും. കാരണം എന്തെന്ന് ചോദിച്ചാൽ KE കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ × mv² ആണ്. ഇതിനകത്ത് v എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അഥവാ പ്രവേഗമാണ്. ഈ പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജിയും ഇരട്ടിയാവും. കാരണം ഇവര് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു വസ്തുവിന്റെ മാസോ അല്ലെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജിയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇവിടെ പ്രവേഗത്തിന്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്നുണ്ട്. പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജി എന്താവും? 4 ഇരട്ടിയായിട്ട് മാറും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം എന്നറിയപ്പെടുന്നത്. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? സോളാർ വാട്ടർ ഹീറ്റർ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓർത്തോളുക, ഓറഞ്ച് നിറത്തിനാണ്. ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ നിറം എന്നറിയപ്പെടുന്നത് ചുവപ്പാണ്. അപ്പോൾ ആ ചുവപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഓറഞ്ച്, യെല്ലോ മുതലായ നിറങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചുവപ്പിനേക്കാൾ ഒരല്പം തരംഗ ദൈർഘ്യം മാത്രമേ കുറവ് കാണുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളണം കേട്ടാ. ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള നിറം ചുവപ്പാണ്. ആ ചുവപ്പിനോട് ചേർന്ന് നിൽക്കുന്ന നിറങ്ങളാണ് ഓറഞ്ച്, അതുപോലെ യെല്ലോ, മഞ്ഞ എന്നിവ. സ്വാഭാവികമായിട്ടും ആ ചുവപ്പിനേക്കാൾ അത്രയും ഇല്ലെങ്കിലും അതിനേക്കാൾ ഒരു അല്പം കുറഞ്ഞ തരംഗ ദൈർഘ്യമായിരിക്കും ഈ പറഞ്ഞ നിറങ്ങൾക്ക്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ തരംഗ ദൈർഘ്യമുള്ള നിറം ഏതാണ്? ഓറഞ്ച് ആണ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം താപനിലയുടെ SI യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അത് കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് ഏതാ? കെൽവിൻ ആണ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണ്? 30 ഡിഗ്രി തന്നെ ആയിരിക്കും കേട്ടോ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണ്? 30 ഡിഗ്രി തന്നെയായിരിക്കും. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ശ്രദ്ധിക്കുക, പാരമ്പര്യ ഊർജ സ്രോതസ്സിൽ ഏതാണ്? LPG ആണ് കേട്ടോ. അപ്പോ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, അതുപോലെ ന്യൂക്ലിയർ എനർജി. ഇതൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ഇനി പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ കൽക്കരി, പെട്രോള്, ഡീസല്, LPG ഇവയൊക്കെയാണ് പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. നാച്ചുറൽ ഗ്യാസ് ഇതെന്ന് പറയുന്നത്
പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് കേട്ടോ. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ആ ഒരു പോയിന്റ് ഓർത്തോളണം. LPG മായിട്ട് കമ്പയർ ചെയ്ത് തെറ്റിക്കരുത്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഉത്തരം ഊഷ്മാവാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവാണ്. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം എന്താ? ഊഞ്ഞാലിന്റെ ചലനം. നമുക്ക് എല്ലാവർക്കും അറിയാം ദോലനത്തിന് ഉദാഹരണം എന്തെന്ന് ചോദിച്ചാൽ ഊഞ്ഞാലിന്റെ ചലനമാണ്. അതുപോലെ തന്നെ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ചോദിച്ചു കഴിഞ്ഞാൽ ദോലനത്തിന് ഉദാഹരണമാണ്. അല്ലെന്നുണ്ടെങ്കിൽ വലിച്ചു നീട്ടിയ റബ്ബർ നാടയുടെ നടുക്കുഭാഗത്ത് തട്ടിക്കൊടുത്താൽ അത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതിന് കാരണം ചോദിച്ചാലും അത് ദോലനമാണ്. ഇത്രയും പോയിന്റ് ഓർത്തോളണം. അപ്പോൾ ദോലനത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ മറക്കല്ലേ, ഊഞ്ഞാലിന്റെ ചലനം, അതുപോലെ തന്നെ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, വലിച്ചു നീട്ടിയ റബ്ബർ നാടയുടെ നടുക്കുഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതും ദോലനത്തിന് ഉദാഹരണമാണ്. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്. ഓർത്തോളണം, 120 ഡെസിബലിൽ കൂടുതലാണ്. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബലിന് കൂടുതലാണെന്ന് ചോദിച്ചാൽ 120 ഡെസിബലിൽ കൂടുതലായ ശബ്ദം നമ്മുടെ ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെവിക്ക് വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? ഉത്തരം എന്താ? കർഷണ ബലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നതിന് കാരണം എന്താണ്? കർഷണ ബലം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം എന്താണ്? വേഗതയാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വേഗതയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വേഗത എന്ന് പറഞ്ഞത്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാലും ത്വരണം എന്ന് പറഞ്ഞാലും പ്രവേഗം എന്ന് പറഞ്ഞാലും ഇവന്മാര് 3 പേരും സദിശ അളവുകളാണ്. എന്താണ്? സദിശ അളവുകളാണ്. അതായത് അളവുകളോടൊപ്പം ദിശ കൂടി പറഞ്ഞാൽ മാത്രമേ അവന്മാര് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയുള്ള അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. എന്നാൽ വേഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു അദിശ അളവാണ്. ദിശ പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ദിശ ഇല്ലാത്ത അളവുകളെയാണ് അദിശ അളവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വേഗം എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാതായത് കേട്ടോ. ശ്രദ്ധിച്ചോളണം. സദിശ അളവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അളവ് പറഞ്ഞാൽ അതിനോടൊപ്പം എന്ത് പറയണം? ആ അളവ് ഏത് ദിശയിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് കൂടി പറയണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. അത്തരത്തിലുള്ള അളവുകളെയാണ് നമ്മൾ സദിശ അളവുകൾ എന്ന് പറയുന്നത്. സദിശ അളവുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? സ്ഥാനാന്തരം പറയാം, ത്വരണം, പ്രവേഗം, ഇവയെല്ലാം സദിശ അളവുകളാണ്. ഇനി ദിശ പറയാൻ കഴിയാത്ത അളവുകളെയാണ് നമ്മൾ അദിശ അളവുകൾ എന്ന് പറയുന്നത്. വേഗം, പ്രഷർ, വിസ്കോസിറ്റി ഇവയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദിശ പറയാൻ പറ്റില്ല. അവയാണ് നമ്മൾ അദിശ അളവുകൾ എന്ന് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടുവാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ് അറിയപ്പെടുന്ന പേരാണ് വശഗത. ഓർത്തോളനെ, ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടുവാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് വശഗത എന്ന്. പേര് മറന്നുപോയത് എന്താണ്? വശഗത എന്ന്. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന് നിറം എന്താണ്? കറുപ്പാണ്. കാരണം ബഹിരാകാശത്തിൽ അന്തരീക്ഷമില്ല. അന്തരീക്ഷമില്ലാത്ത സ്ഥലത്ത് പ്രകാശം വിസരണം സംഭവിക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷമില്ലാത്ത ബഹിരാകാശത്ത് കറുപ്പ് നിറമായിരിക്കും ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്നത്. ഓർക്കുക, ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശ നിറം എപ്പോഴും എന്തായിരിക്കും? കറുപ്പായിരിക്കും. കാരണം ബഹിരാകാശം അഥവാ സ്പേസില് അന്തരീക്ഷമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരല്പം ട്രിക്കി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഇത് +2 ലെവലാണ് ചോദിച്ചെങ്കിലും സുഹൃത്തുക്കൾ ഒരു കാര്യം ഇവിടെ ഓർക്കണം. നിങ്ങളുടെ പരീക്ഷ മുഴുവൻ എഴുതി തീർന്ന് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള ഫിസിക്സ് ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരല്പം ഡിഫിക്കൽട്ട് ആണ് ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യം എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഒരു ദന്ത ഡോക്ടർ പല്ലു പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ലു നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു. എങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയായിരിക്കും? ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയും കേട്ടോ. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയും? മലയാളത്തിൽ നമ്മൾ ആവർത്തനം എന്നും പറയും. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ലു നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നുവെങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കുമെന്നാണ് PSC ചോദിച്ചത്. പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് ഉള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോളണം. ഇതൊരു അല്പം ട്രിക്കിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള
ഇക്വേഷൻ ആണ് എം ഇസ് ഈക്വൽ ടു വി ബൈ യു എന്നുള്ളത്. മാഗ്നിഫിക്കേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? എം ഇസ് ഈക്വൽ ടു വി ബൈ യു എന്നാണ്. ഇവിടെ വി എന്ന് പറയുന്നത് പ്രതിബിംബ രൂപീകരണവും അതുപോലെ മിററും തമ്മിലുള്ള ദൂരമാണ്. ഇനി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒബ്ജക്റ്റും അതുപോലെ മിററും തമ്മിലുള്ള ദൂരമാണ്. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ദൂരമാണ്. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞാൽ പ്രതിബിംബം അഥവാ ഇമേജും മിററും തമ്മിലുള്ള ദൂരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒന്ന് ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്. ആ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഫോക്കസ് ദൂരം 8 സെന്റിമീറ്റർ ആണ്, സെറ്റ് ആണ്. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റും ആ മിററും തമ്മിലുള്ള വ്യത്യാസം എത്രയാ പറഞ്ഞിരിക്കുന്നത്? ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള വ്യത്യാസമാണ് 4 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിൽ യു ആണ് ഇവിടെ 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണേ, അത്രയും മനസ്സിലായേ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് കടക്കാം. ഇക്വേഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം, ഇവിടെ വി എത്രയാണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടില്ല. അപ്പോ വി ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് കേട്ടോ ഇതിലെ ട്രിക്കി പാർട്ട്. വി എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാല് നമ്മുടെ മിറർ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ മിറർ ഇക്വേഷൻ എന്താണ്? 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെയാണ് മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യില്? എഫിന്റെ വാല്യൂ നമുക്കറിയാം, യുവിന്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? 1/v ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u എന്ന് നമുക്ക് പറയാം അല്ലേ. ഓക്കെ ആണ്. 1/v ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം 1/f മൈനസ് 1/u എന്ന്. ഇനി നമുക്ക് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/v ഈസ് ഈക്വൽ ടു 1/8 മൈനസ് 1/4 എന്ന് ഇപ്പോ വന്നിരിക്കുവാണ്. ഇതിൽ നിന്ന് നമുക്ക് 1/v കണ്ടുപിടിക്കാൻ നോക്കാം. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കണമെങ്കിൽ എപ്പോഴും എന്താ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8 മൈനസ് 4 ഡിവൈഡഡ് ബൈ 8 ഗുണം 4 എത്രയാണ്? 32 എന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 4/32. ഈ 4 കൊണ്ട് ഈ 32 ഡിവൈഡ് ചെയ്യുമ്പോൾ 1/8 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോ 1/v ഈസ് ഈക്വൽ ടു ഇപ്പൊ നമുക്ക് എത്രയായി? 1/8 ആണ്. നമുക്ക് 1/v ആണോ വേണ്ടത്? അല്ല, നമുക്ക് v ആണ് വേണ്ടത്. v കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോ v ഈസ് ഈക്വൽ ടു എന്താണ്? 8 മേളിൽ പോവും, 1 താഴെ വരും. സോ ആൻസർ എന്താണ്? 8/1 അഥവാ 8 എന്ന് നമുക്ക് പറയാം. അപ്പോ v യുടെ വാല്യൂ എത്രയാണ്? 8 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ v കണ്ടെത്തി. ഇനി നമ്മുടെ മെയിൻ ഇക്വേഷനെ കൊണ്ടിട്ടാ നമ്മുടെ പരിപാടി കഴിഞ്ഞു. m ഈസ് ഈക്വൽ ടു v ബൈ u ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ v എത്രയാ സുഹൃത്തുക്കളെ? 8 ആണ്. u എത്രയാ സുഹൃത്തുക്കളെ? 4 ആണ്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 2 ആണ്. എം ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പോ കണ്ടല്ലോ സുഹൃത്തുക്കളെ, ഏകദേശം 2 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി മാത്രം ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ട് ദർപ്പണങ്ങളുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആൻസർ ചെയ്ത് പോവുക. ഒരല്പം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ എക്സാം മുഴുവൻ എഴുതി തീർന്ന് സമയമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുക. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ഗ്ലിസറിൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ. താഴെ പറയുന്നവയിൽ ഏത് ദ്രാവകമാണ് വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഗ്ലിസറിൻ ആണ്. ഒരു കാര്യം സുഹൃത്തുക്കൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗ്ലിസറിൻ ഒരല്പം കട്ടി കൂടുതലാണ് അല്ലെ. കട്ടി കൂടുതലാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവന് ശ്വാനത അല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത്? പ്ലവക്ഷമ ബലം അല്പം കൂടി നിൽക്കുന്നത്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? കൂളോം ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം ആണ്. ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞതാണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തര സമയഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. അവൻ എത്രയാണോ നിൽക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ സ്ഥാനാന്തരം ഇങ്ങനെ തുടരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ എന്ത് മാത്രമേ മൂവ് ചെയ്യുള്ളൂ? സമയം മാത്രമേ അവിടെ വ്യത്യാസപ്പെടുന്നുള്ളൂ. ഈ ഫസ്റ്റ് ഗ്രാഫ് ശ്രദ്ധിച്ചേ, സ്ഥാനാന്തരം കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. എന്നാൽ സമയം അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്?
ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആയത് കേട്ടോ. അപ്പൊ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിനകത്ത് സമയം മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സമയം മാത്രം മാറുകയും സ്ഥാനാന്തരം കോൺസ്റ്റന്റ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ഗ്രാഫേ ഉള്ളൂ. അത് ഓപ്ഷൻ എയുടെ ഗ്രാഫാണ്. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാകാൻ കാരണം എന്താണ്? ഉത്തരം എന്താ? കടൽ വെള്ളത്തിൽ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലായതുകൊണ്ടാണ്. കടൽ ജലത്തിന് സാന്ദ്രത കിട്ടാൻ കാരണം എന്താണ്? സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പിന്റെ സാന്നിധ്യമാണ് കേട്ടോ. അപ്പോ കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാകുന്നതിന് കാരണം എന്താണ്? കടൽ വെള്ളത്തിന് സാന്ദ്രത പുഴയുടെ സാന്ദ്രതയേക്കാൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ കടൽ വെള്ളത്തില് സാന്ദ്രത കൂടാൻ കാരണം സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പിന്റെ സാന്നിധ്യമാണ്. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ഉത്തരം വേഗതയ്ക്കും തരംഗ ദൈർഘ്യത്തിനും. ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വേഗതയ്ക്കും അതുപോലെ തരംഗ ദൈർഘ്യത്തിനുമാണ്. ആവൃത്തിയിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. ഓർത്തോളണം, ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ ആവൃത്തിക്കും അതുപോലെ തീവ്രതയ്ക്കും വലിയ വ്യത്യാസം ഉണ്ടാകില്ല. ആവൃത്തിക്കും തീവ്രതയ്ക്കും വ്യത്യാസം ഉണ്ടാകില്ല. എന്നാൽ വ്യത്യാസം വരുന്നത് എന്താണ്? ആ ശബ്ദത്തിന്റെ വേഗതയ്ക്കും തരംഗ ദൈർഘ്യത്തിനും വ്യത്യാസം സംഭവിക്കുന്നു. ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. ശ്രേണി രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതും ശരി തന്നെയാണ്. ആകെ EMF അല്ലെങ്കിൽ ടോട്ടൽ EMF എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം അഥവാ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുന്നു. തെറ്റാണ്. എപ്പോഴും ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സർക്യൂട്ടിലെ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം അഥവാ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശ്രേണി രീതിയിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇവിടെ A 1 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്നത്? നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഹീറ്റർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, മൈക്രോവേവ് ഓവൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, റെഫ്രിജറേറ്റർ പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം ഉപയോഗിക്കണം? അല്ലാതെ വെറുതെ റെഫ്രിജറേറ്റർ ചിന്തിച്ചു വെക്കരുത്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഹീറ്ററും അതുപോലെ തന്നെ മൈക്രോവേവ് ഓവനുമാണ്. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? അത് സൂര്യൻ തന്നെയാണ് കേട്ടോ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാല് സൂര്യനാണ്. ഇനി സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ആൽഫ സെന്റോറി വരുന്നത്. തെറ്റിക്കരുത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എപ്പോഴും നമ്മുടെ സൂര്യൻ തന്നെയാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ആൽഫ സെന്റോറി. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം എന്നറിയപ്പെടുന്നത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി എന്തെന്ന് ചോദിച്ചാൽ അത് വികിരണമാണ്. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് വികിരണത്തിലൂടെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് എന്നാണ്? നമുക്ക് നോക്കാം. ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ഓൾറെഡി നമ്മൾ പറഞ്ഞു ദോലന ചലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം ദോലന ചലനമാണ്, നമ്മൾ പറഞ്ഞിരുന്നു. വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം ദോലന ചലനമാണ്. ഇത് മൂന്നും നന്നായിട്ട് ഓർത്തു വെച്ചോളണം. ഇത് മൂന്നും എന്താണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ദോലന ചലനത്തിന് ഉദാഹരണമല്ല കേട്ടോ. അപ്പൊ ദോലന ചലനത്തിന് ഉദാഹരണം ഏതൊക്കെയാ? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. ഈസിയാണ്. ഒന്നാമതായിട്ട് അവിടെ ഗ്ലാസ് ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത് കോൺവെക്സ് ലെൻസ് ആണ് വെച്ചിരിക്കുന്നത്. മൂന്നാമത് കോൺകേവ് ലെൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വെറുതെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ഇതെങ്ങനെയാ മനസ്സിലാക്കുന്നത്?
ഗ്ലാസ് ഷീറ്റിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നതെങ്കിൽ ആ പ്രകാശം എന്താണ്, നേരെ അങ്ങ് കടന്നു പോകും കേട്ടോ. അപവർത്തനം ഒന്നും ഇവിടെ ചിന്തിക്കേണ്ട. പ്രകാശം നേരെ വരുന്നു, പ്രകാശം എന്ത് ചെയ്യുന്നു, അതുപോലെ അങ്ങ് കടന്നു പോകുന്നു. എന്നാൽ നേരെ തിരിച്ച് കോൺവെക്സ് ലെൻസിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നെങ്കിൽ കോൺവെക്സ് ലെൻസിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പല സ്ഥലത്തു നിന്ന് വരുന്ന പ്രകാശരശ്മികളെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ കോൺവെക്സ് ലെൻസിനുണ്ട്. സെറ്റാണേ, ഓർത്തോളണേ. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണ്, പല പ്രദേശത്തു നിന്ന് വരുന്ന പ്രകാശരശ്മികളെ എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് അവൻ ഒരു പോയിന്റിൽ കൊണ്ടുവന്നങ്ങ് നിർത്തും, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബിന്ദുവിൽ കൊണ്ടുവന്നങ്ങ് നിർത്തും. അതിനുള്ള കഴിവ് ആർക്കുണ്ട്, കോൺവെക്സ് ലെൻസിനുണ്ട്. അപ്പോ ആ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു, കണ്ടോ, ചെറുതായിട്ട് ആ വന്ന പ്രകാശത്തിനെ ഒന്ന് ബെൻഡ് ചെയ്യിപ്പിച്ചോ, ആ രശ്മിനെ ഒന്ന് ബെൻഡ് ചെയ്യിപ്പിച്ചോ. എന്തിനാ ബെൻഡ് ചെയ്യിപ്പിച്ചത്, നേരെ കൊണ്ടുവന്ന് ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്താനാണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, നമ്മൾ മൂന്നാമത് ലെൻസ് വെച്ചു. ആ മൂന്നാമത്തെ ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്ന പ്രകാശത്തിനെ എല്ലാം വലിച്ചെടുത്തിട്ട് അതിനേക്കാൾ ആംപ്ലിഫൈ ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് വിട്ടുകൊടുക്കും കേട്ടോ. അതായത് ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിക്കാതെ എന്ത് ചെയ്യും, നേരെ വിഭ്രജിച്ചങ്ങ് വിട്ടുകൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺവെക്സ് ലെൻസിൽ നിന്ന് വന്ന പ്രകാശം നേരെ വന്ന് കോൺകേവ് ലെൻസ് കയറിയപ്പോ വേറെ അങ്ങോട്ടോ തെറ്റിപ്പിരിഞ്ഞങ്ങ് പോയത് കേട്ടോ. അപ്പൊ ഈ പോയിന്റ് വ്യക്തമായിട്ട് ഓർക്കണം. ഗ്ലാസ് ഷീറ്റിലൂടെ ആണെങ്കിൽ പ്രകാശം നേരെ അതുപോലെ അങ്ങ് കടന്നു പോകും. ഇനി നേരെ കോൺവെക്സ് ലെൻസിലേക്ക് പ്രകാശം വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ വരുന്ന പ്രകാശമായാലും അവൻ നേരെ വലിച്ചെടുത്തിട്ട് ഒരൊറ്റ പോയിന്റിലേക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കും. എന്നാൽ നേരെ തിരിച്ച് കോൺകേവ് ലെൻസിന്റെ കേസ് വന്നാലോ, എവിടെന്നെങ്കിലും ഒക്കെ വരുന്ന പ്രകാശത്തിനെ പിടിച്ചിട്ട് വീണ്ടും വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യും, അവനെ ഇങ്ങനെ വീതിയിൽ എന്ത് ചെയ്യും, പടർത്തി അങ്ങ് വിടും. ഇതാണ് ഈ രണ്ട് ലെൻസുകളുടെ പ്രത്യേകത. അതറിയാമെങ്കിൽ ഈ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. അപ്പോ ഗ്ലാസ് ഷീറ്റിൽ എന്ത് ചെയ്യും, പ്രകാശം നേരെ സഞ്ചരിക്കും. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പ്രകാശത്തിന് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ എന്താ പ്രത്യേകത, ആ പ്രകാശത്തിനെ മറ്റേതെങ്കിലും ദിശയിലോട്ട് ഒരു വിഭ്രജന രൂപത്തിലൂടെ കടത്തിവിടാൻ ശ്രമിക്കും. ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ചെയ്തതാണ്, എന്നാലും ഇപ്പോ ക്ലാസ് കാണുന്ന സുഹൃത്തുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 6 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2f എന്നുള്ള ഇക്വേഷൻ ആണ്. R is equal to 2f എന്നുള്ള ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നിന്നും നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, f അഥവാ ഫോക്കസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും r/2 ആണ്. ഈ 2 അങ്ങ് താഴെ പോകും കേട്ടോ, r/2 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ f is equal to നമുക്ക് എന്ത് പറയാം, ഇവിടെ r എത്രയാ, 30 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, നമ്മുടെ ഉത്തരം f is equal to 15 സെന്റിമീറ്റർ ആണ്. വളരെ ഈസി ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യം ഉറപ്പായിട്ടും 10th ലെവൽ പരീക്ഷകൾ അപ്പിയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചോളണം. ഈസി ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് നേടാൻ കഴിയും. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്, പ്രകാശവർഷം എന്ന് പറയുന്നത് കേട്ടോ. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. സ്വാഭാവികമായിട്ടും പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം, 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സെറ്റാണ്. 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയെ പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് നോക്കാം. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. അത് 20 ഹെർട്സിന് താഴെ ആയതുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ വരുമ്പോൾ നമ്മൾ കേൾക്കാത്തത് കേട്ടോ. പക്ഷെ മൃഗങ്ങൾ അത് കേൾക്കും. അപ്പോൾ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. സെറ്റാണ്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. ശരിയാണ്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുവാനും കേൾക്കുവാനുമുള്ള കഴിവുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. തെറ്റാണ്. അൾട്രാസോണിക് തരംഗങ്ങളാണ് എന്തിനു ഉപയോഗിക്കുന്നത്, സോണാറിൽ ഉപയോഗിക്കുന്നത്. തെറ്റിപ്പോവല്ലേ. സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2 മാത്രമാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോ ശ്രദ്ധിച്ചു പഠിക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു.
വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനുമുള്ള കഴിവുണ്ട്. സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഇനി 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് വിളിക്കുന്നു. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും, അത് നെഗറ്റീവ് അല്ല കേട്ടോ. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയ ലോറിയുടെ ത്വരണം എത്ര, അഥവാ ആക്സിലറേഷൻ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം അഥവാ ആക്സിലറേഷൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യാനുള്ള ഐഡിയ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, പക്ഷെ അതുപോലെ തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം 2 വാല്യൂ മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ളതാണ്. വി മൈനസ് യു ബൈ ടി എന്നുള്ളതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് വി മൈനസ് യു എന്ന് പറയുന്നതിനെ നമ്മൾ പറയും ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയും കേട്ടോ. ചേഞ്ചിങ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റിയിലുള്ള വ്യത്യാസം കേട്ടോ. ചേഞ്ചിങ് വെലോസിറ്റി എന്ന് നമ്മൾ പറയും. ഈ ചേഞ്ചിങ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വിയും വേണം യുവും വേണം. ഇതിനകത്ത് വി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. എന്നാൽ യു നമുക്ക് എത്രയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ യു മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഐഡിയ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറി എന്ന് പറഞ്ഞത്. നിശ്ചലാവസ്ഥയിൽ, അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ ഇട്ടേക്കുന്ന ഒരു ലോറി പെട്ടെന്ന് ഡ്രൈവർ എടുത്ത് അങ്ങ് ഓടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ആർക്ക് കിട്ടിയത്? ആ ലോറിക്ക് കിട്ടിയത്. അപ്പോ നിശ്ചലാവസ്ഥയിലായിരുന്നേ ആദ്യം ആ ലോറി. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യപ്രവേഗം, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പ്രവേഗം കേട്ടോ. അത് എടുത്ത് പറയാത്തത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ്. വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം എന്ന് നമ്മൾ പറയും, യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം എന്നും നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് വിയും കിട്ടി യുവും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം എത്രയുണ്ട്? 5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ടേ. നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാമേ. സോ എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 30 ആണ്, മൈനസ് യു എന്ന് പറയുന്നത് 0 ആണ്, ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. 30 മൈനസ് 0 30 തന്നെയാണ്. 30/5 നമ്മുടെ ആൻസർ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടത്തെ ത്വരണം എന്ന് പറയുന്നത്. ചിലപ്പോ ഓപ്ഷനകത്ത് 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിരിക്കും. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വേണം കേട്ടോ. എപ്പോഴും ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഈ സെക്കൻഡിന്റെ മുകളിൽ ഒരു 2 ഉണ്ടാകുന്നുള്ള ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരത്തിലോട്ട് പോവാൻ. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം എത്രയാ സുഹൃത്തുക്കളെ? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ PSC ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ ആണ് അല്ലെങ്കിൽ ത്വരണമാണ്. ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി മൈനസ് യു ബൈ ടി ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യപ്രവേഗം, അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്ന 30 മീറ്റർ പെർ സെക്കൻഡ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിശ്ചലാവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യുവിന്റെ വാല്യൂ എന്താകുന്നു? 0 ആകുന്നു. സമയം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. വി മൈനസ് യു നമുക്ക് കണ്ടുപിടിക്കാം. വി മൈനസ് യു എന്ന് പറഞ്ഞാൽ 30 മൈനസ് 0, നമ്മുടെ ഉത്തരം 30 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചേഞ്ചിങ് വെലോസിറ്റി എത്രയെന്ന് കിട്ടി? 30 എന്ന് കിട്ടി. ഈ 30നെ 5 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറയുന്നത്. ഇതുകൂടെ ഒന്ന് ഓർക്കുക. ഊർജത്തിന്റെ ഡയമെൻഷൻ സമവാക്യം എന്താണ്? ml² t⁻⁻2 ആണ് കേട്ടോ. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്നറിയപ്പെടുന്നത് ml² t⁻⁻2 ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? 212 ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്?
212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതിനർത്ഥം എന്താ? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഫാരൻഹീറ്റിലേക്ക് വരുമ്പോൾ 212 ഫാരൻഹീറ്റ് ആയിട്ട് മാറും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഉത്തരം എന്താ? ജലത്തിനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ആർക്കാണ്? ജലത്തിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഗുരുത്വാകർഷണ ബലമാണ്. പ്രകൃതിയിൽ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്നറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഉത്തരം എത്രയാ? 60 ഡിഗ്രി തന്നെയായിരിക്കും കേട്ടോ. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണ് എങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? 60 ഡിഗ്രി തന്നെയായിരിക്കും. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതല ബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം എന്താണ്? പ്രതല ബലമാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലൂടെ. തെറ്റിപ്പോവരുത്, പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഖരവസ്തുക്കളിലൂടെയാണ്. അതിൽ തന്നെ സ്റ്റീലിലൂടെയാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത് കേട്ടോ. ഖരവസ്തുക്കളിൽ തന്നെ സ്റ്റീലിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന്റെ സാന്ദ്രത എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു? ഗതികോർജം ഇരട്ടിയാകുന്നു. ഓർത്തോളനെ, മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് ചില്ലുപാത്രത്തിന്റെ താപചാലകത കുറവായതിനാലാണ്. ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം എന്താണ്? ചില്ലുപാത്രത്തിന്റെ താപചാലകത കുറവായതിനാലാണ്. താപചാലകത കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? പാത്രത്തിന്റെ ചുവട് ഭാഗത്തും അല്ലെങ്കിൽ പാത്രത്തിന് ചുറ്റും അതിന്റെ സർഫസിൽ മുഴുവനായിട്ട് ആ താപം എന്ന് പറയുന്നത് പ്രവഹിക്കും. അതുകൊണ്ട് ആ ചില്ലുപാത്രം പൊട്ടില്ലായിരുന്നു. എന്നാൽ ചില്ലുപാത്രത്തിന്റെ താപചാലകത കുറവായതിനാൽ എവിടെയാണോ ആ ചൂടുവെള്ളം ഒഴിക്കുന്നത് ആ ഭാഗത്ത് മാത്രം താപം കോൺസെൻട്രേറ്റ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യും? ചില്ലുപാത്രം പൊട്ടുകയും ചെയ്യും. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഏതു ശ്രേണിയിലാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ പരിധി വരുന്നതെന്ന് ചോദിച്ചാൽ ബാൽമർ ശ്രേണിയാണ്. 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിന്റെ പ്രവേഗം അഥവാ വെലോസിറ്റി ഏകദേശം എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിന്റെ പ്രവേഗം അഥവാ വെലോസിറ്റി എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് സുഹൃത്തുക്കളെ പറഞ്ഞു തരാം. സമയമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈനൽ വെലോസിറ്റി v2 ആണ്. ഫൈനൽ വെലോസിറ്റി v2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തെന്ന് ചോദിച്ചാൽ v1 സ്ക്വയർ പ്ലസ് √2gh എന്നുള്ളതാണ് ഇക്വേഷൻ കേട്ടോ. v1 സ്ക്വയർ പ്ലസ് √2gh എന്നുള്ളതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് v1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് നമ്മൾ പറയും. v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അഥവാ അന്ത്യപ്രവേഗം എന്ന് പറയും. ഇവിടെ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് അന്ത്യപ്രവേഗം കണ്ടെത്താനാണ്. ഇനി നമുക്ക് ഇവിടെ ആദ്യ പ്രവേഗം ഉണ്ടോ സുഹൃത്തുക്കളെ? v1 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ v1 എന്ന് പറയുന്നത് 0 എടുക്കും. കാരണം എന്താ? നമ്മൾ 30 മീറ്റർ ഉയരത്തില് ഒരു കല്ലെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ താഴെ ഇടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ആ താഴെ ഇടുന്ന ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? കാരണം എന്താ? കല്ല് നമ്മുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് വീണതേ ഉള്ളൂ. ആ സമയത്തുള്ള വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും 0 തന്നെയായിരിക്കും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ എത്രയായി? 0 ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെ v1 സ്ക്വയർ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഇക്വേഷൻ v2 ഈസ് ഈക്വൽ ടു √2gh എന്ന് മാറി കേട്ടോ. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ലാത്തതുകൊണ്ടാണ്
അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പൊ റൂട്ട് 2GH എന്ന് മാറി. ഇനി നമുക്ക് നോക്കാം B2 is equal to 2 into G എത്രയാ? 9.81 നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ 10 എന്ന് എടുത്തോ. 9.81 എന്ന് എടുക്കുമ്പോൾ എക്സാം സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ജിയുടെ വാല്യൂ 10 ആയിട്ട് അങ്ങ് എടുക്കുക. അവസാനം നമുക്ക് ഉത്തരത്തിൽ എത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അപ്പോ ജിയുടെ വാല്യൂ നമ്മൾ 10 എന്ന് എടുത്തു. ഇൻറ്റു H എത്രയാ സുഹൃത്തുക്കളെ തന്നിരിക്കുന്നത്? 30 മീറ്റർ അല്ലേ? H is equal to ഹൈറ്റ് എത്രയാണ്? 30 മീറ്റർ ആണ്. സോ നമ്മുടെ ഉത്തരം എത്രയായി? 300 ഗുണം 2 എന്നായില്ലേ? റൂട്ട് 300 ഗുണം 2 എന്നായി. നമ്മുടെ ഉത്തരം എത്രയാണ്? റൂട്ട് 600 ആയി. ഓക്കെ ആണേ, സെറ്റ് ആണേ. ഇനി ചെയ്യുവാനുള്ളത് എന്തെന്ന് ചോദിച്ചാല് റൂട്ട് 600നോട് ചേർന്ന് നിൽക്കുന്ന റൂട്ട് വാല്യൂ എത്രയെന്ന് നോക്കുക. റൂട്ട് 600നോട് ചേർന്ന് നിൽക്കുന്ന റൂട്ട് വാല്യൂ എത്രയെന്ന് നോക്കുക. ഒന്ന് എത്രയാണ്? 24ന്റെ റൂട്ടും വരും. മറ്റൊന്ന് എത്രയാണ്? 25ന്റെ റൂട്ട് 625 വരും അല്ലെ? ഇങ്ങനെ രണ്ട് റൂട്ടല്ലേ വരുള്ളൂ. ഒന്ന് 24ന്റെ റൂട്ട് എന്ന് പറയുന്ന 600ന്റെ റൂട്ടിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അടുത്തായിരിക്കും. 25ന്റെ റൂട്ട് നമുക്ക് 600ന്റെ റൂട്ടിന്റെ വാല്യൂവിന് അടുത്തായി നിൽക്കുന്ന രണ്ടെണ്ണമാണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുക. ഇതിൽ 25ന്റെ റൂട്ടോ 24ന്റെ റൂട്ടാണോ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ ബി 24.25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിരിക്കും. അതായത് 600ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ 24 പോയിന്റ് സംതിങ് ഒരു വാല്യൂ വരും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. റൂട്ട് 600ന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് സമയം കളയരുത്. അതിന് പകരം 600 എന്ന് പറയുന്ന സംഖ്യയോട് ചേർന്ന് വരുന്ന സ്ക്വയർ റൂട്ടുകൾ ഏതൊക്കെയെന്ന് നോക്കുക. അപ്പൊ 24ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും, 25ന്റെ സ്ക്വയർ റൂട്ടും കിട്ടും. ക്വസ്റ്റ്യനകത്ത് 24നോട് ചേർന്നുള്ള വാല്യൂ ഉണ്ടോ 25നോട് ചേർന്നുള്ള വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. ഉറപ്പായിട്ടും PSC ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് ചേർന്നുള്ള വാല്യൂ ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ എത്രയാ? 24നോട് ചേർന്നുള്ള 24.25 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വരും. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. ഈ വാല്യൂസ് ഒന്നും കണ്ട് പേടിക്കല്ലേ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുമെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? നമ്മള് ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ വസ്തുവിനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഭൂമിയുടെ നമ്മുടെ തറയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയാൽ മാത്രമേ നമ്മള് ഒരു ഭൂഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഭൂഗുരുത്വാകർഷണത്തിനെതിരെ പ്രവൃത്തി ചെയ്തെന്ന് പറയാൻ പറ്റൂല. നമ്മൾ കുഴിച്ചിടുവാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, വലിച്ചു നീക്കുവാണെന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ഭൂഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വസ്തുവിനെ ഗ്രൗണ്ടിൽ നിന്നും എന്ത് ചെയ്യണം? മുകളിലേക്ക് ഉയർത്തണം. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. തരംഗ ദൈർഘ്യം 400 nm മുതൽ 700 nm വരെയാണ്. അത് തെറ്റാണല്ലേ? അത് നമ്മുടെ ദൃശ്യപ്രകാശത്തിന്റെയാണ് 400 nm മുതൽ 700 nm വരെ വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. മനുഷ്യ ശരീരത്തിലെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നത് അൾട്രാവയലറ്റ് രശ്മികളാണ്. അത് ശരി തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്? അൾട്രാവയലറ്റ് രശ്മികൾ തന്നെയാണ്. ക്യാൻസർ സെല്ലുകൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികളാണോ? തെറ്റാണ്. ക്യാൻസർ സെല്ലുകൾ നശിപ്പിക്കാനായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കില്ല. ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാരെന്ന് ചോദിച്ചാൽ അൾട്രാവയലറ്റ് രശ്മികളാണ് കേട്ടോ. ത്വക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമായ രശ്മികൾ ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളാണ്. ഇനി ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികൾ തന്നെയാണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? 2ഉം 4ഉം തന്നെയാണ്. അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന മനുഷ്യ ശരീരത്തെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു, ജലം ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വക്രത ആരം R is equal to 2F എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് എഫിന്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് R കണ്ടുപിടിക്കാം. 20 ഗുണം 2 40 സെന്റിമീറ്റർ ആണ് ആ ലെൻസിന്റെ വക്രത ആരം എന്ന് പറയുന്നത്. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ അഥവാ വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്രയാണ്? ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം കേട്ടോ. മൊമെന്റം എത്രയാണ്? മൊമെന്റം P കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? M into V ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. M into V ആണ്. അതാണ് P കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാസ് ഇവിടെ എത്രയാണ്? 10 ആണ്. ഇനി വസ്തുവിന്റെ പ്രവേഗം V എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 10 ഗുണം 5 50.
കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത് വസ്തുവിന്റെ ആക്കം അഥവാ മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റത്തിന്റെ യൂണിറ്റ് ശ്രദ്ധിച്ചോളനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞയാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം എന്താണ്? മഞ്ഞ നിറമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്പർക്ക ബലത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഘർഷണ ബലമാണ്. സമ്പർക്കം തമ്മിൽ ഒരഞ്ഞു നീങ്ങും, സമ്പർക്കം തമ്മിൽ ഒരഞ്ഞു നീങ്ങും, ബാക്കിയൊന്നും തമ്മിൽ ഒരഞ്ഞു നീങ്ങുന്നില്ല. ഓക്കെ ആണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം എന്ന് ചോദിച്ചാൽ അത് ഘർഷണ ബലമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം എന്നറിയപ്പെടുന്നത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? വികിരണം എന്നാണ്. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. എവിടെയാ വസ്തുവിന്റെ ഭാരം 0 ആകുന്നത്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഡാഷിൽ വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. കാരണം എന്താണ്? അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ സ്മോൾ ജിയുടെ വാല്യൂ 0 ആകുന്നത് കൊണ്ടാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും. ശരിയാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്ന ശാസ്ത്രതത്വം പാസ്കൽസ് ലാ ആണ് കേട്ടോ. ഓപ്ഷൻ ബി പാസ്കൽസ് ലാ ഈസ് ദ റൈറ്റ് ആൻസർ. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ശാസ്ത്ര തത്വം ഏതാണ്? പാസ്കൽസ് ലാ ആണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 4 മടങ്ങാവും. ശ്രദ്ധിച്ചോളനെ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങാകും. മനുഷ്യനെ സ്പേസിലെത്തിക്കാനുള്ള ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിലെത്തിക്കുവാനുള്ള ISROയുടെ ദൗത്യത്തിന്റെ പേരെന്താ? ഗഗൻയാൻ എന്നാണ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിലെ കറക്കം നിലയ്ക്കുമ്പോൾ ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഭൂമധ്യരേഖയിലെ G കൂടും. ഓർത്തോളനെ. ഭൂമി അതിന്റെ അച്ചുതണ്ടിലെ കറക്കം നിലയ്ക്കുമ്പോൾ ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമധ്യരേഖയിലെ G കൂടുന്നു. ഒരു കോൺകേവ് ദർപ്പണത്തിൽ അതിന്റെ ഒപ്റ്റിക് അക്ഷത്തിൽ തിരശ്ചീനമായി പകുതിയായി മുറിച്ചാൽ അതിന്റെ ഫോക്കസ് ദൂരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഒരു മാറ്റവും സംഭവിക്കില്ല. ഒരു കോൺകേവ് ദർപ്പണത്തിനെ അതിന്റെ ഒപ്റ്റിക് അക്ഷത്തിൽ തിരശ്ചീനമായി പകുതിയായി മുറിച്ചാൽ അതിന്റെ ഫോക്കസ് ദൂരത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ക്യാപ്പിലറി കുഴലിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമായത് എന്താണ്? ഉത്തരം പ്രതലബലമാണ് കേട്ടോ. ക്യാപ്പിലറി കുഴലിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമാണ് എന്തെന്ന് ചോദിച്ചാൽ അത് പ്രതലബലമാണ്. ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിന്റെയും ആരത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണ്. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവ പ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തെക്കാൾ കൂടുതലാണ്. ശരിയാണ് അല്ലെ? ധ്രുവ പ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തെക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ശരിയാണ്. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആനയും ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ, അതായത് ഫ്രീ ഫോളിംഗ് ആയിരിക്കുന്ന സമയത്ത് ജിയുടെ മൂല്യം 2 പേരിലും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരി തന്നെയാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? വക്രത ആരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ സുഹൃത്തുക്കളെ? R is equal to 2F ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? ഫോക്കസ് ആണ്. സോ ഫോക്കസ് ഈസ് ഈക്വൽ ടു R/2 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ആറിന്റെ വാല്യൂ അല്ലെങ്കിൽ വക്രതാരം എത്രയും തന്നിട്ടുണ്ട്? 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് F is equal to R/2 വെച്ചിട്ട്
40/2 നമ്മുടെ ഉത്തരം എത്രയാവും? 20 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 20 സെന്റിമീറ്റർ ആണ്. ഒരു വസ്തുവിന്റെ ചലനത്തിൽ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി നെഗറ്റീവ് ആയിരിക്കും. ഒരു വസ്തുവിന്റെ ചലനത്തിൽ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വസ്തുവിന്റെ മാസിനെ ബാധിക്കുന്നില്ല പലായന പ്രവേഗം. ഭൂമിയുടെ മാസിനെ ബാധിക്കുന്നുണ്ട് പലായന പ്രവേഗം. ഭൂമിയുടെ മാസിനെ അനുസരിച്ചിരിക്കും പലായന പ്രവേഗം. വസ്തുവിന്റെ ആരം പ്രശ്നമല്ല, പക്ഷെ ഭൂമിയുടെ ആരം എന്തായിരിക്കും? പലായന പ്രവേഗത്തിനെ സ്വാധീനിക്കും കേട്ടോ. വസ്തുവിന്റെ ആരം ആവശ്യമില്ല, പക്ഷെ ഭൂമിയുടെ ആരം സ്വാധീനിക്കും. എന്തിനെയാണ്? പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റിനെ. ഓർത്തോളണം, എസ്കേപ്പ് വെലോസിറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ഭൂമിയുടെ മാസും മറ്റൊന്ന് ഭൂമിയുടെ ആരം. അത് ഭൂമിയല്ല, മറ്റേതൊരു ഗോളമാവട്ടെ, ആ ഗോളത്തിന്റെ മാസും ആ ഗോളത്തിന്റെ ആരവും മാത്രമേ പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റിനെ സ്വാധീനിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഉയർന്നു പോകുന്ന വസ്തുവിന്റെ ഭാരമോ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ആരമോ ഒന്നും പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റിനെ ബാധിക്കുന്നില്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽസ് ലാ ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്താണ്? പാസ്കൽസ് ലാ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഹാർട്ട് വേവ്സ് എന്നറിയപ്പെടുന്ന അംഗം ഏതാണ്? ഉത്തരം ഗാമ കിരണങ്ങളാണ് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് ഹാർട്ട് വേവ്സ് എന്നറിയപ്പെടുന്ന അംഗം ഏതാണ്? ഗാമ കിരണങ്ങളാണ്. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാ ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെറിയൊരു മാത്സ് വരുന്നുണ്ട് കേട്ടോ. ലെൻസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാമായിരുന്നു. എന്നാൽ ഇവിടെ അത് എത്ര സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസ് ആണെന്ന് കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്യണം. സുഹൃത്തുക്കളെ, നമുക്കറിയാം ലെൻസിന്റെ പവർ D ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട് 1/f ആണ് അല്ലെ. D ഈസ് ഈക്വൽ ടു 1/f എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ ഡിയുടെ വാല്യൂ എത്രയാണ്? 2 എന്ന് നമുക്ക് എടുക്കാം. വെറും 2 അല്ല, -2 ഇട്ടേക്കോ. 2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 1/f എന്ന് പറയാം. സോ എഫ് കണ്ടുപിടിക്കാനായിട്ട് 2നെ താഴെ കൊണ്ടുപോവുക. ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിന്റെ വാല്യൂ 0.5 എന്ന് നമുക്ക് ലഭിക്കും അല്ലെ. 0.5 എന്ന് നമുക്ക് ലഭിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം നോക്കിയാലും ഈ 0.5 നമുക്ക് കാണാൻ പറ്റൂല. കാരണം എന്താ? ഫോക്കസ് ദൂരം എപ്പോഴും ഇൻ സെന്റിമീറ്ററിലായിരിക്കും പറയുന്നത്, ഒരിക്കലും മീറ്ററിൽ പറയത്തില്ല. ഇവിടെ കിട്ടിയ ഉത്തരം എന്തെന്ന് ചോദിച്ചാല് മീറ്ററിലാണ് നമുക്ക് കിട്ടിയത്. അതാണ് ഇവിടെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന വാല്യൂവിനെ മീറ്ററിലോട്ട് മാറ്റുക. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 0.5 ഗുണം നമുക്ക് 100, നമ്മുടെ ഉത്തരം എത്ര കിട്ടും? 50 സെന്റിമീറ്റർ എന്ന് കിട്ടും. സെറ്റാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള എന്തെന്ന് ചോദിച്ചാൽ ഏത് ലെൻസ് ആണ്, ആ ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്രയെന്നാണ്. ഇവിടെ ഡയോപ്റ്റർ വാല്യൂ അല്ലെങ്കിൽ ലെൻസിന്റെ പവർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇക്വേഷൻ D ഈസ് ഈക്വൽ ടു 1/f ഇട്ട് കൊടുക്കാം. അതായത് ഡയോപ്റ്റർ അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D ഈസ് ഈക്വൽ ടു 1/f ആണ്. ഇവിടെ ഡിയുടെ വാല്യൂ 2 ആണ്. ഇവിടെ നമുക്ക് എഫ് ആണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1/d എന്ന് നമുക്ക് എഴുതാം. അതിൽ നിന്ന് നമ്മുടെ ഉത്തരം എഫ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് ലഭിച്ചു. 1/2 എന്ന് വെച്ചാൽ ആൻസർ എഫ് ഈസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടും. ഈ 0.5 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണത്തില്ല. കാരണം എഫിന്റെ വാല്യൂ, ഫോക്കസിന്റെ വാല്യൂ എപ്പോഴും സെന്റിമീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോ കിട്ടിയ വാല്യൂവിനോടൊപ്പം സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനായിട്ട് ഒരു 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം 50 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇത്രയും സെറ്റായി. ഇനി എന്താ PSC ചോദിച്ചിരിക്കുന്നത്? 50 സെന്റിമീറ്റർ ഉള്ള 2 വാല്യൂസ് ഇവിടെ ഉണ്ട്. ഒന്ന് കോൺകേവ് ലെൻസ് എന്നും ഒന്ന് കോൺവെക്സ് ലെൻസ് എന്നും. മൈനസ് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓർത്തോളുക, ആ ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആയിരിക്കും. ഓർക്കണം, മൈനസ് വാല്യൂ തരുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. മൈനസ് വാല്യൂ പവർ തരുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. പ്ലസ് വാല്യൂ പവർ തരുന്ന ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. പ്ലസ് വാല്യൂ പവർ തരുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം എന്താണ്? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കൾ ഓർക്കുക. ഹീറ്റിംഗ് കോയിലുകൾ
പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിനെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ഒന്ന് ഉയർന്ന റെസിസ്റ്റിവിറ്റിയും മറ്റൊന്ന് ഉയർന്ന ദ്രവണാങ്കവും അതുപോലെ തന്നെ ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കുവാനുള്ള കഴിവും. കേട്ടോ, ഇത് മൂന്നും ശരി തന്നെയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, നിക്രോമിന്റെ പ്രത്യേകത എന്താണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. നല്ല റെസിസ്റ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? താപം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഉയർന്ന ദ്രവണാംഗം, പെട്ടെന്നൊന്നും ദ്രവാവസ്ഥയിലോട്ട് പോകൂല. അതുകൊണ്ട് തന്നെ നല്ല ചുട്ടുപഴുത്തിരുന്നാലും ദ്രാവകാവസ്ഥയിലേക്ക് മാറില്ല. ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. നല്ല ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരണം സംഭവിക്കാതെ ദീർഘനേരം നിലനിൽക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നിക്രോം കൂടുതലായിട്ടും ഹീറ്റിംഗ് കോയിലുകളിൽ ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണത്തിന്റെ വാല്യൂ 0 ആയിരിക്കും. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിലെത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ ചോദിച്ച സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. F = mgh എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്യുക. F = mgh എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ആണ്. എത്രയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 കിലോഗ്രാം. ഇനി g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 എടുക്കണ്ട, 10 എടുത്താൽ മതി. അവസാനം പറയാം, ജിയുടെ യഥാർത്ഥ വാല്യൂ 9.81 ആണ് എടുക്കാനുള്ളത്. എന്നാൽ എക്സാം സെന്ററിൽ നമുക്ക് 9.81 കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജിയുടെ വാല്യൂ നമ്മൾ 10 എന്ന് എടുത്തു. ഇനി എത്രയാ ഉയരം? ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീറ്റർ ആണ്. സോ നമുക്ക് ഇക്വേഷനിൽ ആഡ് ചെയ്യാലോ സുഹൃത്തുക്കളെ. 2 ഗുണം ജിയുടെ വാല്യൂ എത്രയാണ്? 10 ഗുണം എത്ര മീറ്റർ? 2 മീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയെന്ന് വരും? 40 ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്ന് നമുക്ക് പറയാം. ഇത്രയുമാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കുമ്പോൾ ഈ 40 ന്യൂട്ടൺ മീറ്റർ കാണൂല. കാരണം എന്താണ്? നമുക്കിവിടെ 9.81ന്റെ സ്ഥാനത്ത് 10 ആണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ 40നോട് ഏറ്റവും ചേർന്ന് വരുന്ന വാല്യൂ ഏതാണ് ഓപ്ഷനിലുള്ളത്? അതായിരിക്കും ഉത്തരം. ഇവിടെ എത്രയാ? 39.2 ഉത്തരം. അതായത് ഇവിടെ 9.81 ഡയറക്റ്റ് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് 39.2 എന്ന ആൻസർ കിട്ടിയേനെ. പക്ഷെ എനിക്ക് എക്സാം സെന്ററിൽ ഈസി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ജിയുടെ വാല്യൂ ഞാൻ 10 ആയിട്ട് എടുത്തു. അതുകൊണ്ട് എന്റെ ഉത്തരം 40 ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 40 ജൂൾ എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വാല്യൂ ആയിരിക്കും ശരിയായ ഉത്തരം. അപ്പോൾ ഇവിടെ 39.2 ആണ് ശരിയായ ഉത്തരം. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനം മൂലമാണ്. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനം മൂലമാണ് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ അപവർത്തനവും കാരണമാകുന്നുണ്ട് കേട്ടോ. അപവർത്തനവും എന്തിന് കാരണമാകുന്നുണ്ട്? മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഇവിടെ PSC ചോദിച്ചിരിക്കുന്നത് പൂർണ്ണാന്തര പ്രതിഫലനമായോണ്ട് അതിന് ഉത്തരം നൽകി. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? നമുക്ക് നോക്കാം. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് നമ്മൾ മാത്സ് സഹിതം പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കാം. അപ്പോ ഇവിടെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ശരിയല്ലേ? കാരണം എന്താ? ദൂരം ബൈ സമയം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി നമുക്ക് പറയാം ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് നമുക്ക് പറയാം. അതും ശരി തന്നെയാണ്. അപ്പോൾ ഡിയും ശരി തന്നെയാണ്. ഇനി ദൂരം അഥവാ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു നമുക്ക് ടൈം എന്ന് പറയാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയാം. അതും ഇവിടെ ശരി തന്നെയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ഗുണം സമയമല്ല കേട്ടോ. വേഗത എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൂരം ബൈ സമയമാണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാ സുഹൃത്തുക്കളെ? ഉത്തരം ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ISRO എന്നാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? ISRO എന്നാണ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസാ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം എന്താണ്? P = 1/f ആണ്. നമ്മൾ ഒരുപാട് സമയം പറഞ്ഞതാണ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം എന്താണ്? P = 1/f ആണ്. പാർട്ട് 1 മാത്രമാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.